ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കേരള കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. കാരണം അവിടെ പ്രധാനപ്പെട്ട കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ, ടൈപ്പ് ഓഫ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫെഡറേഷനുണ്ട്, കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SC/ST സൊസൈറ്റീസ് ആണ് അല്ലേ, SC/ST ഫെഡ് അല്ലേ, SC/ST സൊസൈറ്റീസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇപ്പം നമുക്കറിയാം അത് 15(7) റൂൾ 15(7) അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ SC/ST ഫെഡ് നമുക്ക് നോക്കാം. അപ്പം എന്താണ് SC/ST ഫെഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഫോർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ഷെഡ്യൂൾഡ് ട്രൈബിലും അല്ലേ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അപ്പെക്സ് സംഘമാണ് SC/ST ഫെഡ് എന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. SC/ST ഫെഡറേഷൻ, SC/ST ഫെഡ്. എന്താണ് SC/ST ഫെഡ്? അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പം ഓർത്ത് നോക്കുക, SC/ST ഫെഡ് എന്ന് പറയുന്നത് അതൊരു അപ്പെക്സ് സംഘമാണ് അല്ലേ, ഒരു അപ്പെക്സ് സംഘമാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, നമ്മുടെ സംസ്ഥാനത്തെ SC ആൻഡ് ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അപ്പെക്സ് സംഘമാണെന്ന് ഓർത്ത് വെച്ചത്. റൂൾ 15(7) ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രൂപീകൃതമായ സമയത്ത് ഇതിൻ്റെ പഴയ പേര് അല്ലേ നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരുപാട് പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. ഓൾഡ് നെയിം അല്ലേ, SC/ST ഫെഡിൻ്റെ ഓൾഡ് നെയിം എന്ന് പറയുന്നത് ഹരിഗിരി ഫെഡ് എന്നാണ് അല്ലേ, ഹരിഗിരി ഫെഡ് അല്ലേ, ഹരിഗിരി ഫെഡ് എന്ന് ഓർത്ത് വെച്ച്, ഹരിഗിരി ഫെഡ് എന്ന് ഓർത്ത് വെച്ച്. അടുത്തത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 22/7/1981. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 22/7/1981 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 5/10/1981. ഇപ്പോൾ 7-ാം മാസം എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് 5/10/1981. 1981 എന്താണ് 5/10 ഇത് ചെയ്തത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ വരുന്നത് ട്രിവാൻഡ്രത്താണെന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഹെഡ് ക്വാർട്ടർ എല്ലാം നമ്മൾ ഓർഗനൈസേഷനും ഫെഡറേഷനൊക്കെ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് അതിൻ്റെ പേര്, അത് രൂപീകൃതമായ വർഷം, അതിൻ്റെ തലസ്ഥാനം, ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് അപ്പം അത് മനസ്സിലായല്ലോ. 22/7/1981 എസ്റ്റാബ്ലിഷ് ചെയ്തു. 5/10/1981 പ്രവർത്തനം ആരംഭിക്കുന്നത്. ഹെഡ് ക്വാർട്ടർ വരുന്ന ട്രിവാൻഡ്രമാണ്. ഇനി ഓർത്ത് വെക്കുക, എന്താണ് ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ഫെഡറേഷൻ ഷാൾ ബി 5 crores, 5 കോടിയാണ് കേട്ടോ. ഈ ഫെഡറേഷൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ വരുന്നത് 5 കോടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 5 lakh ഷെയർ ഓഫ് ₹100 ഈച്ച്. 100 രൂപയുടെ 5 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് എത്രയാണ്? 5 കോടിയാണ് ഈ ഒരു ഫെഡറേഷൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡിലെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പെക്സ് സംഘമാണ് ഹരിഗിരി ഫെഡ് അല്ലേ, ഹരിഗിരി ഫെഡ് എന്നാണ് ഇതിൻ്റെ പഴയ പേര്. 22/7/1981 എസ്റ്റാബ്ലിഷ് ചെയ്തു. 5/10/1981 പ്രവർത്തനം ആരംഭിച്ചു. ഹെഡ് ക്വാർട്ടർ വരുന്ന ട്രിവാൻഡ്രത്താണ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 5 കോടിയാണ്. എത്രയാണ്? 100 രൂപ വിലയുള്ള അല്ലേ 5 ലക്ഷം ഷെയറുകളാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ST സൊസൈറ്റീസ് എവിടെയാണ് വർക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് വയനാട്ടിലാണ് കേട്ടോ. ലാർജ് നമ്പർ ഓഫ് ST സൊസൈറ്റീസ് ആർ വർക്കിംഗ് ഇൻ വയനാട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ലാർജ് നമ്പർ ഓഫ് ST സൊസൈറ്റീസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വയനാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, പ്രവർത്തനം പറയുന്നുണ്ട്. ദ ചീഫ് ആക്ടിവിറ്റി ഓഫ് ദ ഫെഡറേഷൻ, ഈ ഫെഡറേഷൻ്റെ ചീഫ് ആക്ടിവിറ്റി എന്താണ്? ഈസ് ദ മാർക്കറ്റിംഗ് ഓഫ് minor forest producers products collected by the tribal cooperatives. എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. ദ ചീഫ് ആക്ടിവിറ്റി ഓഫ് ദ ഫെഡറേഷൻ ഈസ് ദി മാർക്കറ്റിംഗ് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കളക്റ്റഡ് ബൈ ദ ട്രൈബൽ കോപ്പറേറ്റീവ്സ്. ട്രൈബൽ കോപ്പറേറ്റീവ്സ് കളക്ട് ചെയ്തിട്ടുള്ള എന്താണ് പറയുക മൈനർ ഫോറസ്റ്റ് പ്രോഡക്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് SC/ST ഫെഡിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുക പ്രവർത്തനം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ഒരു പേര് ഓർത്ത് വെച്ചേക്കുക അല്ലേ, ഈ ഒരു പേരെന്താണ്? വനമാലിക അല്ലേ, ചിലർക്ക് അറിയാം, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. വനമാലിക ഈസ് ദ ഹണി പ്രോഡക്റ്റ് ഓഫ് SC/ST ഫെഡ്. ഇപ്പോൾ SC/ST ഫെഡിൻ്റെ ഒരു എന്താണ് പറയുക ഹണി അല്ലെ, തേൻ ഉൽപ്പന്നം അല്ലേ, ഹണി പ്രോഡക്റ്റാണ് വനമാലിക. അത് ഓർക്കണം കേട്ടോ മക്കളെ, ആ പേര് ഓർത്തേക്ക, വനമാലിക. വനമാലിക ഈസ് ദ ഹണി പ്രോഡക്റ്റ് ഓഫ് SC/ST ഫെഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക.
പിന്നെ വരുന്നതാണ് ആയുർധാര ഫാർമസ്യൂട്ടിക്കൽസ് അല്ലേ. ആയുർധാര ഫാർമസ്യൂട്ടിക്കൽസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് SC/ST ഫെഡുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ആയുർധാര ഫാർമസ്യൂട്ടിക്കൽസ് റിലേറ്റഡ് ടു SC/ST ഫെഡ് ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് തൃശ്ശൂർ. അത് തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത് ആയുർധാര ഫാർമസ്യൂട്ടിക്കൽ കേട്ടോ. പിന്നെയാണ് ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റേഴ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് തൃശ്ശൂർ ആൻഡ് പേരൂർക്കട. അപ്പം എന്താണ് ആയുർധാര ഫാർമസ്യൂട്ടിക്കൽസ് എവിടെയാണ്? തൃശ്ശൂരാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആയുർധാര പഞ്ചകർമ്മ സെൻറ്റേഴ്സ് എവിടെയാണ്? അതൊന്ന് തൃശ്ശൂരും പിന്നെ എന്നാൽ തൃശ്ശൂരും പേരൂർക്കടയിലുമാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റേഴ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് തൃശ്ശൂർ ആൻഡ് പേരൂർക്കട എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയദർശിനി മോട്ടോർ സർവീസ് സൊസൈറ്റി അല്ലേ. പ്രിയദർശിനി മോട്ടോർ സർവീസ് സൊസൈറ്റി റിലേറ്റഡ് ടു SC/ST ഫെഡ്. പ്രിയദർശിനി പേര് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പ്രിയദർശിനി എന്ന പേര് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SC/ST ഫെഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അധികമൊന്നുമില്ല അല്ലേ. 2-3 സ്ലൈഡുകൾ മാത്രം പഠിക്കുക. അപ്പെക്സ് സംഘമാണ് ഹരിഗിരി ഫെഡ് ഓർത്ത് വെച്ചേക്കുക. പ്രവർത്തനം ആരംഭിച്ചതും രജിസ്റ്റർ ചെയ്തതും ഓർത്ത് വെച്ചേക്കുക. ഹെഡ് ക്വാർട്ടർ ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 5 കോടിയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ഒരു പോയിന്റ്, ഏറ്റവും കൂടുതൽ ST സംഘങ്ങൾ വർക്ക് ചെയ്യുന്നത് വയനാടാണ്. ഇതിൻ്റെ ചീഫ് ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്താണ് പ്രൊഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വനമാലിക, അവർ ഹണി പ്രോഡക്റ്റ് ആണ്, വനമാലിക എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ആയുർധാര ഫാർമസ്യൂട്ടിക്കലും ആയുർവേദ എന്താണ് പഞ്ചകർമ്മ സെൻറ്റേഴ്സും ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ പ്രിയദർശിനി മോട്ടോർ സർവീസ് സെൻറ്ററും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ചെറിയൊരു ക്ലാസ്സിൽ അല്ലേ, വളരെ ചെറിയൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പഠിച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ കോഴ്സുകൾ എന്താണ് വളരെ അല്ലേ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിച്ച് അത് അതിനേക്കാട്ടും സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് നമ്മൾ ക്ലാസ്സസ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ഓർത്ത് വെച്ചേക്കുക, അപ്ഡേറ്റഡ് ക്ലാസ്സുകളിൽ ഏറ്റവും എന്താണ് നമ്മുടെ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അല്ലേ. അത് എല്ലാത്തിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക കോഴ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററുടെ സഹായം. ഓക്കെ, ഒരു പേഴ്സണൽ മെൻറ്റർ നിങ്ങളെ ഓൾ ടൈം സഹായിക്കാനുണ്ടായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിവർത്തിക്കാനൊക്കെ ആയിട്ട് എന്താണ് പേഴ്സണൽ മെൻറ്ററിൻ്റെ ഒരു സഹായം, ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഡെയിലി എക്സാംസുകൾ. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷ എഴുതിയും കൂടെ നോക്കണ്ടേ, എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടി പരീക്ഷ എഴുതുകയും കൂടെ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ പരീക്ഷകളിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ റേഞ്ച് മനസ്സിലാവുള്ളൂ, നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ ഏതാണ്, നമ്മുടെ വീക്ക് ഏരിയസ് ഏതെന്നൊക്കെ നമുക്ക് എക്സാംസിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്സുകളും പിന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാംസുകളും എല്ലാം നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം ജൂൺ മാസം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു ഓഫറാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവധി 1.5 വർഷമാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കോഴ്സിൻ്റെ കാലാവധി വരുന്നത് 1.5 വർഷമാണ്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് നമ്മളിവിടെ ഒരു സ്കോളർഷിപ്പ് എക്സാംസുകൾ അല്ലേ, നിങ്ങൾ ജോയിൻ ചെയ്യുക, നമുക്കൊരു സ്കോളർഷിപ്പ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7736122215 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങൾക്ക് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്, കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളെല്ലാം എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ന ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറിയൊരു വീഡിയോയുമായി നമ്മൾ വന്നത്. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മളെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ചാനൽസിൽ കൂടെ നമ്മൾ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.